പോർട്ടലിന്റെ അവരുടെ ഒരു മീഡിയ അവാർഡ് ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെന്റ്. അപ്പൊ ഇതിന് വന്ന എല്ലാ മീഡിയ ഇത് 2018 മുതൽ ഈ മീഡിയ അവാർഡ്സ് ബാംഗ്ലൂരിൽ നടത്തി വരുന്നു. കഴിഞ്ഞ കൊല്ലാണ് ഇതിന് കുറച്ചുകൂടി സൗത്ത് ഇന്ത്യയിലേക്ക് ഇത് ഉപകരിക്കുക എന്നുള്ള ഒരു ആശയത്തോടെ ലാസ്റ്റ് ഇയർ ഋഷഭ് ഷെട്ടി ഗ്രാൻഡിയറായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് പങ്കെടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ എന്റെ പേര് ഞാൻ സ്വയം പരിചയപ്പെട്ടു. സന്തോഷ് വാടാൻ. ഞാൻ സിനിമ സംവിധായകനാണ്, മലയാള സിനിമ വക്കീലാണ്. ഞാൻ ഒരു തുളു സിനിമ ചെയ്തിട്ട് അതിന് ദേശീയ അവാർഡ് കിട്ടിയവരാണ്. ഇത് പ്രകാശ് മേനോൻ, നമ്മുടെ കേരളത്തിലെ മീഡിയ സിനിമ എക്സ്പെർട്ടാണ്. അദ്ദേഹമാണ് നമ്മളുടെ ഈ അവാർഡിന്റെ ജൂറി. ഇത് തൊട്ടടുത്തിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം, സമാഹാരം വരാഹം എന്നുള്ള പടത്തിലൊക്കെ അഭിനയിച്ച പ്രാചി എന്നുള്ള അവര് നെറ്റ്ബോൾ, ബാസ്കറ്റ്ബോൾ, ഇന്ത്യൻ ഫോമൊക്കെ ആക്ടീവായിരുന്നു. പിന്നെ അതേപോലെ രഘുപട്ട്, അദ്ദേഹമാണ് CEO സ്ഥാപനത്തിന്റെ. അദ്ദേഹം ആക്ച്വലി മലയാളിയാണ്. മലയാളം കുറച്ച് അറിയാവുന്നതാണ്. മഞ്ചേശ്വരത്താണ് അവർ നേറ്റീവ്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജനിച്ചു വളർന്നത് മഞ്ചേശ്വരത്താണ്. അപ്പൊ എന്റെ പഴയകാല സുഹൃത്തുമാണ് അദ്ദേഹം. സിനിമ നടനുമാണ്. എല്ലാ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത 3 പടത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫാണ് സുഗുണ രഘുപട്ട്. അവരാണ് സ്ഥാപനത്തിന്റെ വ്യക്തി. പിന്നെ മധു കന്തി, പിന്നെ ഖുഷി, ഇവരൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പൊ ഇതിന്റെ ചെറിയൊരു ഇൻട്രോ ഞാൻ പറയാം. അത് ഈ നമുക്കിപ്പോ ഞാനൊരു സിനിമാക്കാരനായിട്ട് പറയാം. അപ്പൊ നമുക്ക് ഒരു സിനിമാക്കാരനായിട്ട് ഒരു ചെറിയ അവാർഡ് കിട്ടിയാൽ പോലും കുറച്ച് കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. സിനിമാക്കാർ എന്ത് ചെയ്താലും കൂടുതൽ പബ്ലിസിറ്റി കിട്ടും. അത് ഇതല്ലാതെ പല ആൾക്കാരും പല മേഖലയിൽ വർക്ക് ചെയ്തവർക്കും അവരുടെ ഒരു ഏറ്റവും നല്ലൊരു എഫേർട്ട് തീർച്ചയായിട്ടും അംഗീകാരം കിട്ടാറുണ്ട്. അപ്പൊ അത് നമ്മുടെ ടിവിയിലും ഒക്കെ കണ്ട് നമ്മളതിനെ അറിയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ അറിയിക്കുന്ന ഒരു മീഡിയയാണ് ഈ ചാനൽ മീഡിയ. അപ്പൊ അവർക്ക് ഒരു അംഗീകാരം ഇതുവരെ കൊടുക്കുന്നവരെ കണ്ടിട്ടില്ല. അതാണ് ഈ സ്ഥാപനം ഇവര് ചെയ്യുന്നത്. അപ്പൊ അതിലെ 10 കാറ്റഗറികളുണ്ട്. അപ്പൊ അതില് ബെസ്റ്റ് ന്യൂസ് റീഡർ ഉണ്ടാവാം. ഇപ്പൊ വയനാട് ദുരന്തം നടന്ന സമയത്ത് ഈ മഴയാണ്, അത് രാത്രി പറയും. അതിന് പിന്നാലെ പോയിട്ട് അതിനെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഇതൊരു ശ്രമം അതിന്റെ ഇതിൽ കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ നിങ്ങളുടെ എഫേർട്ട് അതിനെ അതിനൊരു അവാർഡ് കൊടുത്ത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ Good morning to everybody. So it's been like 2 years that I'm staying in Kochi, and I know how passionate Malayalis are for cinema and for media as well. There's something about this place that I really love, which got me from Delhi to Kochi, and I'm based here right now. And thank you so much, Raghu, for inviting me today, because I feel that people who are seen are always anyway recognized in terms of actors, directors, and media people are actually the people who make us the stars, right? And I think when Raghu called me and shared about this initiative, it's the 8th edition. So I was very happy to know that media definitely deserves much more recognition in helping and supporting making these legends alive, sharing about people with the masses, with the media.
So I think this is a great initiative, TNIP South Indian Media Awards, which is going to happen on 23rd of August in Bangalore. I wish the entire team, I give my best wishes to the entire team. I wish it's a success, better than last year's, and it does give motivation to all these media people who actually effortlessly and with so much of determination go out of home, presenting us the truth of whatever is happening. And I think it needs not just a lot of hard work but also a lot of courage. So hats off to all of you people here sitting and who have participated. Thank you so much for coming, and all the best to all of you. May the best one wins. Thank you so much. നമസ്കാരം, എൻ്റെ പേര് പ്രകാശ് നാരായൺ. കൊല്ലമായിട്ട് കേരള മീഡിയയിലുള്ള ഒരാളാണ്. നമുക്കറിയാം, ഞാൻ ബേസിക്കലി ജേർണലിസ്റ്റ് അല്ല, എൻ്റർടൈൻമെന്റ് മീഡിയയിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഓൾറെഡി മീഡിയ പോലത്തെ ന്യൂസ് ചാനലിലും വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ജേർണലിസ്റ്റുമായിട്ട് കണക്ഷൻ, മീഡിയ കണക്ഷൻ ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഞാൻ 2 കൊല്ലമായിട്ട് മീഡിയ സജീവമായിട്ടില്ലെങ്കിൽ മീഡിയ റിസർച്ചുമായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഏഷ്യാനെറ്റ് തുടങ്ങി എൻ്റെ കരിയർ എല്ലാം മീഡിയ ലൈഫ് തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ മീഡിയ ടെലിവിഷൻ വിട്ടിട്ട് സിനിമയിലേക്ക് ഒന്ന് ട്രാക്ക് മാറ്റിയിരുന്നത്. ഇതിപ്പോ 8ാമത്തെ വർഷത്തെ ഒരു അവാർഡ് സെറിമണിയുടെ ഒരു ഇൻട്രോ പ്രസ് മീറ്റാണ്. ബേസിക്കലി കഴിഞ്ഞ കൊല്ലം ഞാനും അവാർഡിന് ഒരു അവാർഡ് കിട്ടി. അപ്പോഴാണ് ശരിക്കും ഇതിനൊരു സാധ്യത കൂടുതൽ മനസ്സിലാക്കിയത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള അവാർഡ് ഫംഗ്ഷൻ പലപ്പോഴും നടത്തുന്നത് വളരെ ചെറിയ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ചെറിയ സംഘടനകളോ ഒക്കെ തരുന്ന അവാർഡ്സിന് പകരമായിട്ട് ഒരു മീഡിയ ഹൗസ് തന്നെ ഒരു അവാർഡ് കണ്ടക്ട് ചെയ്യുക, അതും വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്. അത് അന്ന് ഞാൻ പറഞ്ഞില്ലെന്നുള്ള അത്രയും വെൽ ഞാനിവിടെ നമ്മൾ ഒരുപാട് ഫിലിം അവാർഡ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു അവാർഡായിരുന്നു ഫംഗ്ഷൻ ആയിരുന്നു. വളരെ എക്സലന്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ആയിരുന്നു. ബേസിക്കലി ന്യൂസ് ചാനൽസിന് മാത്രമാണ് നമ്മുടെ എന്റർടൈൻമെന്റ് ചാനൽസിന് അവാർഡ്സ് കാറ്റഗറി കൊടുത്തത്. എന്താ പറയാ, വിശാലമായിട്ടുള്ള ഏരിയയാണ്. മാത്രമല്ല ഇപ്പോൾ കൂടുതൽ ഫിക്ഷനൊക്കെ എന്റർടൈൻമെന്റ് കൂടുതൽ വരുന്നത്. ന്യൂസ് പ്രോഗ്രാംസ് വളരെ കുറവാണ്. ന്യൂസ് ചാനലിൽ ഒരു അംഗീകാരം എന്ന രീതിയിൽ ഓരോ ആൾക്കാരും റിപ്പോർട്ടറായിക്കോട്ടെ പലപ്പോഴും നമുക്ക് ന്യൂസ് ചാനലിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് പക്ഷേ ആങ്കേഴ്സും റിപ്പോർട്ടേഴ്സും മാത്രമാണ്. പക്ഷെ അതല്ലാതെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാലത്ത് 94 കീഴിലുള്ള ഒരാളാണ്. ആ കാലത്തൊന്നും ഇത്തരത്തിലുള്ള അംഗീകാരം ഒന്നും കിട്ടാതെ തന്നെ നമ്മൾ മീഡിയ സ്നേഹിച്ച് മീഡിയ കണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു സംഘടന, ഇത്തരത്തിലൊരു മീഡിയ ഹൗസ്, അതാണ് ഏറ്റവും പ്രസന്റ്. വേറെ സംഘടനയോ വ്യക്തി താല്പര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒന്നുമില്ല. ഒരു ന്യൂ മീഡിയ വേണമെങ്കിൽ പറയാം, കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു തുടക്കം കുറിച്ചപ്പോൾ അതും 7 കൊല്ലമായിട്ട് വളരെ ഓരോ വർഷവും അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വർഷമായിട്ട് ഒരു അവാർഡ് സെറിമണിയായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ കേരളത്തിലുള്ള പ്രസക്തിയും അവർ മറന്നിട്ടില്ല എന്നുള്ളതായിരിക്കും അതിന് ഞാൻ താങ്ക്സ് പറയും. കാരണം കേരളത്തിൽ ഇത്തരം അവാർഡ്സ് വളരെ കുറവാണ്. മീഡിയ ഹൗസിന്റെ അവാർഡ്സ് വളരെ കുറവാണ്. ഇൻകേസ് മീഡിയ ഹൗസിന്റെ അവാർഡ് കൊടുക്കണമെങ്കിൽ അവരുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഇതിന് മാത്രമാണ് കൊടുക്കാറുള്ളത്. കാരണം അതല്ലാതെ കോമൺ ആയിട്ടുള്ള ഒരു എല്ലാ ചാനലിലെയും ന്യൂസ് ചാനൽസ് കേരളത്തിൽ ഏറ്റവും കോമ്പറ്റീഷൻ കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. സ്റ്റേറ്റിനെക്കാൾ കൂടുതൽ ഞാൻ അത് ഇവിടെ ഓരോ വ്യാഴാഴ്ചയും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരാണ് നമ്പർ 1 വീണ്ടും ഒന്നാമതായോ രണ്ടാമതായോ പുതിയ പ്ലേയേഴ്സിന്റെ പ്രകടനം അതെല്ലാം വിലയിരുത്തുന്ന ഒരു വളരെ നല്ല ഒരു മാധ്യമ സംസ്കാരമുള്ള അല്ലെങ്കിൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാധ്യമ കൾച്ചറുള്ള ഒരു ഏരിയ. പ്രത്യേകിച്ചും അതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സൗത്ത് ഇന്ത്യ ലെവലിലേക്കുള്ള ഒരു അവാർഡ് കിട്ടുക അല്ലെങ്കിൽ ആ അവാർഡിലേക്ക് പരിഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മളെയും കൂടി കേരളത്തിലെ ആൾക്കാരെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതിന് പ്രസക്തി ഏറെയാണ് ഈ അവാർഡ്. 2025 വളരെ കുറച്ചും വിശാലമാണ്. കഴിഞ്ഞ വളരെ ഗ്രാൻഡ് ആയിരുന്നു. പക്ഷെ ഞാനത് എന്താ പറയുക വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവാർഡ് സെറിമണി.
2020 അതിനേക്കാൾ മനോഹരമാക്കണം എന്നുള്ള ഒരു ഇന്ത്യയുടെ പുറത്ത് ഞാനിതിൽ ഏറ്റവും മികച്ച ആൾക്കാരെ കണ്ടെത്തുകയും മികച്ച വ്യക്തികൾക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ ആണത്. അതിന് എല്ലാ സർക്കാരുകളും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ലഭിക്കണം. ഓരോ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും അതിന് സഹായമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 10 കാറ്റഗറി ഉണ്ട്. അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുമായിട്ട് കോൺടാക്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് അവരായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. എങ്കിൽ പോലും വിഷ്വൽ മീഡിയ ഇലക്ട്രോണിക്സ് മീഡിയ നമ്മളത് ഡിജിറ്റലൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ട്രഡീഷണൽ ടെലിവിഷൻ എന്നുള്ള കോൺസെപ്റ്റിലാണ് അങ്ങനെയാണ്. പക്ഷേ സമീപഭാവിയിൽ അത് എക്സ്പാൻഡ് ചെയ്തേക്കാം. ഇതാണ് ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് സൗത്ത് ഇന്ത്യയിലെ കേരളത്തിന്റെ പ്രസക്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ അർഹരായവരെ തെരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനം എനിക്കുള്ളത്. ഞാനത് വളരെ മാന്യമായിട്ട് ചെയ്യുമെന്ന് എല്ലാ സഹകരണങ്ങളും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും ഈ ഒരു അവസരത്തിൽ എന്റെ വ്യക്തികളുടെ പേരിലും ടീനൈറ്റിന്റെ പേരിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മലയാളം അറിയാത്തതുകൊണ്ടാണ് പറയുന്നത്. ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എല്ലാ ചാനലുകൾക്കും വ്യക്തമായിട്ട് അപ്രോച്ച് ചെയ്ത് ഈ കാറ്റഗറിയിലാണ് അവർ അതിൽ വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് പ്രോസസ് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് മലയാളം ഡിഫറെന്റ് പറയുന്നത് മനുഷ്യ കസ്റ്റമർ പോലെയാണ്. കുറേ ഡിഫറൻസ് ഉണ്ട് മലയാളത്തോട്. സോറി. So thanks first Santosh sir and Kerala's jury. So every state we have one jury. Prakash sir, Hyderabad Prabhu sir, Chennai Kashyap sir, and Karnataka Ganesh Kasargoda and Nirmala Aliga. So Anji, exactly 5 people in the jury. So selection category എങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ടീം പോയിട്ട് എല്ലാ ചാനലിലും ആപ്ലിക്കേഷൻസ് ഫോംസ്. സോ പറഞ്ഞാൽ എന്തിനു പറയുന്നത് every channels every year the staff will be changed. ഈ ചാനലിൽ നെക്സ്റ്റ് ഇതൊരു ചാനൽ പോകും. ലൈക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ടൈം. സോ അത് എഡിറ്റർമാർക്ക് ആ ചാനലിന്റെ സിഒമാർക്ക് അറിയും ആര് സ്റ്റാഫ് ആ ക്യാമറമാൻ ആ റിപ്പോർട്ടേഴ്സ് ഉണ്ട് ആ ആങ്കേഴ്സ് ഉണ്ട്. സോ അവർ അതിനെ ഫില്ലാക്കിയിട്ട് നമുക്ക് കൊടുക്കും. പിന്നെ അതിനുള്ള ലൈക്ക് പേഴ്സണലി അവർ ഫോൺ ചെയ്തിട്ട് അവർ പ്രൊഫൈൽ എടുത്തിട്ട് ഞങ്ങൾ ചോദിക്കണം. ഈ സെലക്ഷൻ എങ്ങനെ ആവുമ്പോൾ 18 years, 19 years, 15 years, 10 years experience and our programs. ഈ വയനാട് ഇഷ്യൂസ് ആയിരുന്നു, പിന്നെ ഞങ്ങളുടെ വാർഡ്. സോ സ്പെഷ്യൽ ന്യൂസ് എല്ലാവരും സ്പെഷ്യൽ ന്യൂസ് പ്രോഗ്രാം സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. അതല്ലാത്ത റിപ്പോർട്ടേഴ്സ് ഇപ്പൊ 4 റിപ്പോർട്ടേഴ്സ് പറഞ്ഞിട്ട് ഫ്രണ്ട്ലി ക്യാമറ ഷൂട്ട് ആക്കിയിട്ട് റിപ്പോർട്ടിംഗ് ആക്കിയിട്ട് കൊടുക്കും. അതിന്റെ പിന്നെ അതിൽ കുറെ ഉണ്ട്, എഡിറ്റർ ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, വോയിസ് ഓവർ ഉണ്ട്, കുറെ കാറ്റഗറീസ് ഉണ്ട്. സോ അതെല്ലാ കാറ്റഗറീസിലും ഞങ്ങൾ സെലക്ട് ആക്കി കൊടുക്കുന്ന അവാർഡ്. സോ ലാസ്റ്റ് കർണാടകയിൽ ഫസ്റ്റ് പ്രസ് മീറ്റ് ചെയ്തു, അതായത് ഹൈദരാബാദ് ആക്കി, ചെന്നൈ ആക്കി, കേരളയിൽ ലാസ്റ്റ് കേരളയിൽ പ്രസ് മീറ്റിംഗ്. So നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. ആൻഡ് അഗെയിൻ താങ്ക് യു ദിനേശ് സർ ഓൾസോ. ദിനേശ് സർ ഫോൺ ആക്കിയിട്ട് സന്തോഷ് സർ പറയാൻ ഇമ്മീഡിയറ്റ്ലി ഐ വിൽ അറേഞ്ച് പറഞ്ഞു. സോ ഇവിടെ LED ഇല്ല, ഞങ്ങൾ ലാസ്റ്റ് ഇയറിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ആക്കിയിട്ടുണ്ടായി. സോ അതിന്റെ ടെലികാസ്റ്റ് ആക്കുന്നത് ഇല്ല. സോ ഞാൻ പേഴ്സണലായിട്ട് കുറച്ച് ദിനേശ് സർ എല്ലാവർക്കും പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യാം. സോ എല്ലാവരും സപ്പോർട്ട് വേണം, എല്ലാവരും ഒരു ബ്ലെസ്സിങ് വേണം. താങ്ക് യു. The questions are okay. Yeah, Kushi will explain what amounts for the cash on the cash flow. Firstly, I would like to
apologize because I will not be able to talk in Malayalam. I'll convey whatever it is in English. So, firstly, TNIT started 7 years back. This is the 8th year. And the vision of Raghu Sirs was to only create awareness for media personalities because they are always behind the screen, capturing the most pure situations. They have a challenge where they have to run from one place to another to capture everything and make sure that their channel gets the telecast first. So keeping all this in mind, we started with television. So we are continuing with that. In the future, we're coming up with a press, that's print media and digital media as well. TNIT's main vision was to recognize people who have been serving for a couple of years in the same institution or any other institution but not got the recognition. So we have different categories as mentioned earlier. Best anchor, voiceover artist, cameraman, and we also have special categories. For people who have been in this industry for more than 10 to 15 years, but they've been working behind the scene but not got the recognition in front of people, we are categorizing that as special category. So the process already begins yesterday. We've visited a couple of the channels. We've given them the nomination and the invite. The channel chief editors or the heads would fill the forms and submit it to us. Post we receiving the submission, we will contact them again and take the complete biodata of the nominees. And then we'll be calling them and taking all the details and presenting it to our jury. As mentioned, we have 5 juries this time, 2 from Karnataka, 1 from Tamil Nadu, 1 from Andhra, and 1 from Kerala. We'll be scrutinizing the details and we'll be taking it forward. Yeah. So if there's any questions, you can put it up. Thank you so much. Cash award. It was no cash award, so awards and or accommodation or the transfer between the charges. In future, we are planning to do cash award. ഈ ഫംഗ്ഷൻ എന്നാണ് ഡേറ്റ് 23rd August next month in the Palace Hall. In future, to change within Chennai, Hyderabad, so in the region, every state we are going. Future. Sanjay,